ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഒരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങളുടെ ഫാമിലി അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഒരു വീട് കെട്ടിടമൊക്കെ എടുത്തിട്ടുണ്ടാവില്ലേ? നിങ്ങൾ ഏത് സിമെൻറ്റാണ് ഉപയോഗിക്കുക? ഏത് കമ്പിയാണ് ഉപയോഗിക്കേണ്ടത്? എത്ര ആഴത്തിൽ ഫൗണ്ടേഷൻ എടുക്കണം? ഇതൊക്കെ നിങ്ങൾ പലരോടും അന്വേഷിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ എഞ്ചിനീയറോട് ചോദിച്ചിട്ടുണ്ടാവും. ഇതൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടാവില്ലേ നിങ്ങൾ വിശദമായിട്ട്? ഒരു വീട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫാമിലി കെട്ടിടം എടുത്തപ്പോൾ ഏകദേശം 20 ലക്ഷം മുതൽ 50 ലക്ഷം വരെ വീടിന് അല്ലെങ്കിൽ 1 കോടി വരെയൊക്കെ നിങ്ങൾ ചിലവാക്കിയിട്ടുണ്ടാവില്ലേ? അതേ ഉണ്ട് എന്നൊക്കെയാണ് ഉത്തരമെന്ന് തീർച്ചയായിട്ടും എനിക്കറിയാം. ഇനി ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, നിങ്ങളുടെ വീടിന് എർത്തിങ്ങിന് വേണ്ടിയിട്ട് എത്ര ആഴത്തിൽ കുഴിയെടുത്തിട്ടുണ്ട്? എന്ത് എർത്തിങ് മെത്തേഡാണ് ഉപയോഗിച്ചതെന്നറിയാമോ? ഇതിനൊക്കെ ഉണ്ട്, അറിയാം എന്നാണ് ഉത്തരമെങ്കിൽ വളരെ സന്തോഷം. അത് അറിയുമെങ്കിൽ തന്നെയും ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക. ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ പ്രത്യേകമായിട്ട് ചെയ്തിരിക്കുന്നത്. എർത്തിങ് എങ്ങനെ ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഓരോരുത്തരും വീടിന് വേണ്ടിയിട്ട് ഏകദേശം 20 ലക്ഷം മുതൽ 50 ലക്ഷം വരെയെങ്കിലും മിനിമം ചിലവാക്കിയ ആൾക്കാരാണ് നമ്മൾ ഓരോരുത്തരും. വീടിന് വേണ്ടിയിട്ടുള്ള എർത്തിങ് എങ്ങനെയാണ് ചെയ്തിരിക്കുന്നതെന്നുള്ള കാര്യം അന്വേഷിക്കുക. ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങൾ കൃത്യമായിട്ട് കമൻറ്റ് ബോക്സിൽ എഴുതി അന്വേഷിച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. നമ്മുടെ വീടുകളിലെല്ലായിടത്തും 3 പിൻ സോക്കറ്റുകളും 5 പിൻ സോക്കറ്റുകളും ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അതേപോലെ പ്ലഗുകളും കണ്ടിട്ടുണ്ടാകും. ഇതിൻ്റെ റൈറ്റ് സൈഡിലെടുത്ത് ഫേസ്, ലെഫ്റ്റ് സൈഡിലെ ന്യൂട്രൽ. ഇത് എർത്ത് പോയിൻ്റ് ആണ്. ഇത് ഫേസും ന്യൂട്രലുമാണ്. ഇതിലും അതേപോലെ തന്നെ 2 സ്ഥലത്ത് 2 ഫേസ് ആയിരിക്കും, 2 ന്യൂട്രൽ ആയിരിക്കും. ഇത് എർത്ത് പോയിൻ്റ് ആണ്. നിങ്ങൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടോ, എർത്ത് എന്ന് പറയുന്നത് അല്പം വലുതാണ്. ഈ ന്യൂട്രലിനെയും ഫേസിനെയും കമ്പയർ ചെയ്യുമ്പോൾ അല്പം വലുതാണ് എർത്ത് എന്ന് പറയുന്നത്. ഇതെന്തുകൊണ്ടാണെന്ന് അറിയാമോ നിങ്ങൾക്ക്? ഈ എർത്ത് പിൻ വലുതും അല്പം മറ്റുള്ള 2 പിന്നുകൾ അല്പം നീളം കൂടുതലും ആവുന്നത് എർത്ത് ഫസ്റ്റിൽ സോക്കറ്റുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എർത്ത് ഫസ്റ്റ്, എർത്ത് ലാസ്റ്റ് എന്നാണ് പറയുക. അത് പിൻ ചെയ്യുമ്പോഴും ഊരുമ്പോഴും എർത്തായിരിക്കണം ആദ്യം കണക്ട് ചെയ്യുന്നതും ആദ്യം ലാസ്റ്റിൽ ഊരി വരുന്നതും. ഇത് എർത്തിൻ്റെ മറ്റൊരു പ്രധാന കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ സൈസ് മാറ്റം വരാൻ കാരണം റോങ് ഇൻസേർഷൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ഈ വലിയ പിന്ന് എർത്തിൻ്റെ പിന്ന് വലുതായതുകൊണ്ട് തന്നെ ഇത് തലതിരിച്ചോ ഒരിക്കലും ഫേസിലോ ന്യൂട്രലോ ഇൻസേർട്ട് ചെയ്യാൻ, അതിൻ്റെ ആ പോക്കറ്റിലേക്ക് ഇൻസേർട്ട് ചെയ്യാനും പറ്റില്ല. വൈദ്യുത ഉപകരണങ്ങളുടെ മെറ്റൽ ഭാഗം ഭൂമിയായിട്ട് കണക്ട് ചെയ്യുന്നതിനാണ് എർത്തിങ് എന്ന് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് മനുഷ്യരെയും മറ്റുള്ള ഉപകരണങ്ങളെയും നമ്മുടെ വീട്ടിലുള്ള ഉപകരണങ്ങളെയൊക്കെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഒരു ഉപകരണത്തിൻ്റെ മുകളിൽ വൈദ്യുതി ചോർന്നെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മൾ പോയി തൊടുകയാണെങ്കിൽ കൃത്യമായിട്ട് എർത്തിങ് ഇല്ല എങ്കിൽ നമുക്ക് ഷോക്ക് അടിക്കും. കാരണം എർത്തിങ് വഴി ഭൂമിയിലേക്ക് പോകേണ്ട ലീക്ക് കറണ്ട് ഇങ്ങനെ ചോർന്ന് വന്ന കറണ്ട് ഭൂമിയിലേക്ക് പോകുന്നതിന് പകരം നമ്മുടെ ശരീരത്തിൽ കൂടി കടന്ന് ഭൂമിയിലേക്ക് പോകും. വളരെ ചെറിയൊരു മില്ലി ആംപിയർ കറണ്ട് പോലും നമുക്ക് കാർഡിയാക് അറസ്റ്റ് അതുപോലെയുള്ള അപകടങ്ങൾ ഉണ്ടാക്കുകയും നമ്മൾ മരിക്കാനിടയാകുകയും ചെയ്യുന്നു. ഇതുപോലെ തന്നെയാണ് ഉപകരണങ്ങളുടെ സംരക്ഷണം, എക്യുപ്മെൻ്റൊക്കെ സംരക്ഷിക്കാൻ പ്രോപ്പർ എർത്തിങ് അത്യാവശ്യമാണ്. മിന്നൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ഭൂമിയിലേക്ക് കടത്തിവിടാൻ പ്രോപ്പറായ മിന്നൽ രക്ഷാജാലവും അതിൻ്റെ എർത്തിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ പലപ്പോഴും ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ അല്ലെങ്കിൽ അയൺ ബോക്സ് ഇതൊക്കെ തൊടുമ്പോഴും നമുക്ക് ഷോക്ക് അടിക്കുന്നതായിട്ട് പല സ്ഥലത്തുനിന്നും അറിയാറുണ്ട്. ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് അറിയുമോ? ഈ എക്യുപ്മെൻ്റൊക്കെ എർത്ത് വയർ പ്രോപ്പറായിട്ട് ഭൂമിയുമായിട്ട് കണക്ട് ചെയ്യാത്തതുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. പലപ്പോഴും കേൾക്കാറുണ്ട്, നമ്മുടെ വീട്ടിൽ MCB വെച്ചിട്ടുണ്ട്, RCCB വെച്ചിട്ടുണ്ട്, RCB വെച്ചിട്ടുണ്ട് എന്നൊക്കെ കേൾക്കാറുണ്ട്. ഇതൊക്കെ വച്ചിട്ടുണ്ടെങ്കിലും എർത്തിങ് പ്രോപ്പറായിട്ട് കണക്ട് ചെയ്തില്ലെങ്കിൽ ഇത് വച്ചതുകൊണ്ട് യാതൊരു ഗുണവുമില്ല എന്ന് മനസ്സിലാക്കുക. എർത്തിങ് എന്നതും ഇതിനെയൊക്കെ വർക്ക് ചെയ്യിക്കാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യമാണെന്ന് മനസ്സിലാക്കുക. ഇതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ പറയട്ടെ, MCB എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ ഷോക്കിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള ഒരു ഡിവൈസ് അല്ല. അത് ഓവർലോഡ് അല്ലെങ്കിൽ ഓവർ കറണ്ടിൽ നിന്ന് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നതാണ്. RCCB അല്ലെങ്കിൽ RCBO ആണ് നമ്മൾ ഇലക്ട്രിക്കൽ ഉപകരണങ്ങളെയും മനുഷ്യരെയും ഇലക്ട്രിക്കൽ ഷോക്കിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഡിവൈസുകൾ. ഈ 2 ഡിവൈസും വർക്ക് ചെയ്യണമെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, എർത്തിങ് പ്രോപ്പർ ആയിരിക്കണം, അല്ലെങ്കിൽ ഈ 2 ഡിവൈസും വർക്ക് ചെയ്യുകയും ചെയ്യില്ല. ഇനി വ്യത്യസ്ത തരം എർത്തിങ് എന്തൊക്കെയാണെന്ന് നോക്കാം. പൈപ്പ് എർത്തിങ്, പ്ലേറ്റ് എർത്തിങ്, കെമിക്കൽ എർത്തിങ്, ഗ്രിഡ് എർത്തിങ് എന്നിവയൊക്കെയാണ് സാധാരണ ഇതിൽ ഉപയോഗിക്കുന്ന എർത്തിങ് എന്ന് പറയുന്നത്. നമ്മൾ വീടെടുത്ത് അവസാന ഘട്ടത്തിലാണ് സാധാരണ ഇതിൽ എർത്തിങ് ചെയ്യാറ്. KSEBയുടെ ഓഫീസേഴ്സ് അല്ലെങ്കിൽ എഞ്ചിനീയേഴ്സ് ചെക്ക് ചെയ്യാൻ വരുന്നതിന് ഒരു ദിവസം മുമ്പ്, തലേ ദിവസമൊക്കെയാണ് നമ്മൾ പലപ്പോഴും എർത്തിങ് ചെയ്യാറ്. നമ്മൾ എർത്തിങ് ചെയ്ത മെത്തേഡ് ഈ പറഞ്ഞ പോലെയൊക്കെ തന്നെയാണോ എന്ന് ഒന്ന് ആലോചിച്ച് നോക്കുക. സാധാരണ ഗതിയിൽ സംഭവിക്കുന്നത് എന്താണെന്ന് അറിയാമോ? KSEB എഞ്ചിനീയേഴ്സ് ചെക്ക് ചെയ്യാൻ വരുന്നതിന് ഒരു ദിവസം മുമ്പ് അല്ലെങ്കിൽ 2 ദിവസം മുമ്പ് 2 അടി അല്ലെങ്കിൽ 3 അടി ആഴമുള്ള കുഴിയെടുക്കുകയും ഒരു 2 അടി നീളമുള്ള B ക്ലാസ് GI പൈപ്പ് പിറ്റിലേക്ക് ഇറക്കി വെച്ച് എർത്ത് വയർ കണക്ട് ചെയ്യുകയും ചെയ്യുകയാണ് സാധാരണതയിൽ നമ്മൾ കണ്ടുവരുന്ന ഒരു രീതി എന്ന് പറയുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ 3 മീറ്റർ ആഴത്തിൽ കുഴിയെടുക്കുകയും 2.5 മീറ്ററോളം നീളമുള്ള GI പൈപ്പ് ഇറക്കി എർത്ത് പ്രോപ്പറായിട്ട് കണക്ട് ചെയ്യുകയും ചെയ്യണം എന്നുള്ളതാണ് യഥാർത്ഥ രീതി. അതിൽ തന്നെ ഈ പിറ്റിൻ്റെ ഉള്ളിൽ ചാർക്കോൾ, സോൾട്ട്, സാൻഡ് എന്നിവ പ്രോപ്പറായിട്ട് ഫില്ല് ചെയ്ത് അതിൻ്റെ കണ്ടക്ടിവിറ്റി കൂട്ടണം എന്നുള്ള നിർദ്ദേശം സാധാരണയിൽ കൊടുക്കാറുണ്ട്. എന്നാൽ ഇവിടെ ഒരു അഭിപ്രായം എനിക്കുള്ളത്, സോൾട്ട് എന്ന് പറയുന്നത് നിങ്ങളുടെ ഭൂമിക്കനുസരിച്ച് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. അതായത് ഉറച്ച പ്രതലമാണെങ്കിൽ മാത്രം, പാറ, കരിങ്കല്ല് അതുപോലെയുള്ള സ്ഥലങ്ങളാണ് മാത്രമാണെങ്കിലാണ്
ഉപ്പ് ഉപയോഗിക്കാൻ ഞാൻ അഡ്വൈസ് ചെയ്യുക. കാരണം ഉപ്പ് GI പൈപ്പിൻ്റെ അടുത്ത് ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ അത് റെസ്റ്റ് ചെയ്ത് ഡിറ്ററേറ്റ് ചെയ്യുന്നതായിട്ട് കണ്ട ഒരു പരിചയം എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമുക്ക് മാർക്കറ്റിൽ ഈ ചാർക്കോൾ സോൾട്ട് എന്നതിനൊക്കെ പകരം പല കെമിക്കലുകളും അവൈലബിൾ ആണ് എർത്തിങ് കണ്ടക്ടിവിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട്. മറ്റൊരു മെത്തേഡാണ് പ്ലേറ്റ് എർത്തിങ് എന്ന് പറയുന്നത്. കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് വിവരിക്കുന്നില്ല. ഇത് നമുക്ക് വീടുകളിൽ വേണമെങ്കിൽ ചെയ്യാം. കോപ്പർ പ്ലേറ്റോ അല്ലെങ്കിൽ GI പ്ലേറ്റോ എർത്തിങ്ങിന് വേണ്ടി ഉപയോഗിക്കാറുണ്ട്. ഇതിൻ്റെ കൂടെ ഒരു പൈപ്പും ഇതിൻ്റെ കൂടെ കണക്ട് ചെയ്ത് വെച്ച് വെക്കാറുണ്ട് വിത്ത് ഒരു ഫണൽ. അതിൻ്റെ കാര്യം എന്ന് പറയുന്നത് അതിലെ കൂടെ വാട്ടറിങ്, അതായത് ഇത് മോയ്സ്ചർ കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഫണൽ ഇതിൻ്റെ കൂടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതും വീടുകളിലും ചെയ്യുന്നുണ്ട്. കമേഴ്ഷ്യൽ ബിൽഡിംഗ് അതുപോലെയുള്ള ഹൈറൈസ് ബിൽഡിങ്ങിലൊക്കെയാണ് പ്ലേറ്റ് എർത്തിങ് പൊതുവായിട്ട് ചെയ്തു വരുന്നത്. അല്പം കൂടി അഡ്വാൻസ് സ്റ്റേജ് എർത്തിങ് ആണ് കെമിക്കൽ എർത്തിങ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വീടുകൾ കെമിക്കൽ എർത്തിങ് ചെയ്യുന്നതിന് തെറ്റൊന്നുമില്ല, തീർച്ചയായിട്ടും ചെയ്യാം. അല്പം പക്ഷേ കോസ്റ്റ്ലിയാണ് കമ്പയർ ടു പ്ലേറ്റ് എർത്തിങ്ങിനേക്കാളും പൈപ്പ് എർത്തിങ്ങിനേക്കാളും കോസ്റ്റ്ലിയാണ് കെമിക്കൽ എർത്തിങ് എന്ന് പറയുന്നത്. ഡ്യൂറബിലിറ്റി കൂടുതലാണ് കമ്പയർ ടു പ്രത്യേകിച്ച് ചില എക്യുപ്മെൻറ്റ് സോഫ്റ്റ്വെയർ എക്യുപ്മെൻ്റ് ഒക്കെ ഉള്ള സ്ഥലത്താണെങ്കിൽ കെമിക്കൽ എർത്തിങ് തന്നെയാണ് അഡ്വൈസ് ചെയ്യപ്പെടുന്നത്. കെമിക്കൽ എർത്തിങ്ങിൻ്റെ ഒരു മെത്തേഡാണ് ഈ കാണിച്ചിരിക്കുന്നത്. അല്പം ഡീറ്റെയിലിംഗ് ഇതിൽ കൂടുതലുണ്ടെന്ന് മാത്രം. ഡീറ്റെയിൽ അറിയാനുള്ളവരും ഈ ഫോട്ടോ നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് കാര്യങ്ങൾ അതിൽ പറഞ്ഞിട്ടുണ്ട്. കെമിക്കൽ എന്താണ് ഉപയോഗിക്കേണ്ടതെന്നും 2 ടൈപ്പ് കെമിക്കൽ എർത്തിങ് ആണ് സാധാരണ ഉപയോഗിക്കുന്നത്. GI ഇലക്ട്രോഡ് വെച്ചിട്ടും കോപ്പർ ഇലക്ട്രോഡ് വെച്ചിട്ടാണ് സാധാരണ ഇതിൽ കെമിക്കൽ എർത്തിങ് ചെയ്യുന്നത്. മാറ്റ് എർത്തിങ്, ഗ്രിഡ് എർത്തിങ് എന്നൊക്കെ പറയുന്നത് സാധാരണ സബ്സ്റ്റേഷൻ ജനറേറ്റിംഗ് സ്റ്റേഷനിലൊക്കെയാണ് ചെയ്യാറ്. വലിയ കമേഴ്ഷ്യൽ ബിൽഡിംഗിൽ എർത്ത് വാല്യൂ വളരെ, അല്ലെങ്കിൽ എർത്ത് റെസിസ്റ്റിവിറ്റി വളരെ കൂടുതലുള്ള ബിൽഡിങ്ങുകളിലും ഈ എർത്ത് മാറ്റ് ചെയ്ത് എർത്തിങ് വാല്യൂ കണ്ടെത്താറുണ്ട്. നിങ്ങൾ ഈ ചിത്രം ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. പലപ്പോഴും ഇലക്ട്രീഷ്യൻ പറയാറുണ്ട് നമുക്ക് ആഴത്തിൽ കുഴിക്കാൻ പറ്റില്ല, 3 മീറ്റർ ആഴത്തിൽ കുഴിക്കാൻ പറ്റില്ല, താഴെ പാറയാണ്, കല്ലാണ്, കരിങ്കല്ലാണ് എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ഈ ചിത്രം നോക്കുക, നമുക്ക് വേണ്ടത് ഏരിയ ഓഫ് കോൺടാക്ട് ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ്. താഴത്തെ കുഴിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ 45 ഡിഗ്രി ഈ ആംഗിൾ ഇങ്ങനെ അടിച്ചിറക്കിയാലും മതി, ഇങ്ങനെ കുഴിച്ചിറക്കിയാലും മതി. അല്ലെങ്കിൽ GI പൈപ്പ് നോക്കി ഇതുപോലെ ഹൊറിസോണ്ടലായിട്ട് വെച്ചിട്ട് വേണമെങ്കിലും എർത്തിങ് പ്രോപ്പറായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഒരു മെത്തേഡാണ് ഈ കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് 1 അടി ആഴത്തിലോ അല്ലെങ്കിൽ 1.5 അടി ആഴത്തിലോ എർത്ത് ചെയ്തിട്ട് നമ്മുടെ വീടിൻ്റെ പ്രൊട്ടക്ഷൻ നഷ്ടപ്പെടുത്തരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള ഏറ്റവും വലിയ റിക്വസ്റ്റ്. എർത്തിങ് മെത്തേഡിൻ്റെ ഒരു ബേസിക് കമ്പാരിസൺ ആണ്. കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഇതിൽ കൂടി കടന്നു പോകാം. ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പ്രവണത നോക്കും. നമ്മൾ പലപ്പോഴും കണ്ടിരിക്കുന്നത് ഇതേപോലെ ലൂസായ എർത്ത് വയർ കൊടുത്തിട്ടുണ്ടാവാം. ഇവിടെ നട്ട്, ഇവിടെയുള്ള ഈ നട്ട് പ്രോപ്പറായി ടൈറ്റ് ചെയ്തിട്ടില്ല, ഇത് ലൂസ് കണക്റ്റഡ് ആണ്. ഇത് നോക്കൂ, ഇത് സാധാരണ ഇതിൽ എപ്പോഴും കാണുന്ന ഒരു പ്രതിഭാസമാണ്. പെയിൻറ്റ് ചെയ്തതിൻ്റെ മുകളിൽ കൊണ്ടുപോയിട്ട് എർത്ത് ചെയ്ത് വെക്കുക. ഇതിൻ്റെ യാതൊരു കണ്ടക്ടിവിറ്റി, ഇത് പെയിൻറ്റ് അവിടെ ഒരു ഇൻസുലേറ്ററായിട്ട് ആക്ട് ചെയ്യും. ഇതിൻ്റെ ഒരു പർപ്പസ് തന്നെ ഇല്ലാതാക്കുകയും ചെയ്യും. വളരെ മോശം ജോയിൻറ്റുകളാണ് ഇതൊക്കെ കാണിച്ചു വെച്ചിരിക്കുന്നത്. GI ഒരു പ്രോപ്പർ വെൽഡിംഗ് ജോയിൻ്റ് അല്ലാത്ത വിധത്തിലാണ് ഇതൊക്കെ ചെയ്തിരിക്കുന്നത്. ഇതാണ് വേറൊരു തെറ്റായ മെത്തേഡ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ശരിയായ മെത്തേഡാണ് ഈ കാണിച്ചിരിക്കുന്നത്. നിങ്ങൾ നോക്കൂ, ലെഗ് കൊടുത്തിട്ട് കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെയുള്ള നട്ട് ഈ ഒരു ടോപ്പ് പ്രോപ്പറായി ടൈറ്റ് ചെയ്തിരിക്കുന്നു. ഇവിടെയുള്ള പെയിൻറ്റ് ബോട്ടത്തിലുള്ള പെയിൻറ്റ് റിമൂവ് ചെയ്ത ശേഷമാണ് നമ്മളിത് കണക്ട് ചെയ്തിരിക്കുന്നത്. പലപ്പോഴും നമ്മൾ കാണാറുണ്ട് പാനലൊക്കെ എർത്ത് ചെയ്തിരിക്കുന്നത് ഇതുപോലെ പെയിൻറ്റ് ഉള്ളതിൻ്റെ മുകളിൽ കൊണ്ടുപോയിട്ട് വെറുതെ എർത്ത് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാറുണ്ട്. ഇത് പ്രോപ്പറായിട്ട് GI സ്ട്രിപ്പ് വെൽഡ് ചെയ്തിരിക്കുന്ന വെച്ചിരിക്കുന്ന 2-3 പിക്ചറാണ്. ഇത് മറ്റൊരു മെത്തേഡിൽ കണക്ട് ചെയ്യുന്ന മെത്തേഡാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇത് നമ്മൾ സാധാരണ ഇതിൽ എർത്ത് കാണുന്ന നമ്മുടെ വീടുകളിലും മറ്റും കാണുന്ന മെത്തേഡ് ഓഫ് കണക്ഷൻ ഇതുപോലെ ചുറ്റി വെച്ചിട്ടുണ്ടാവാം. തീർത്തും തെറ്റായ മെത്തേഡാണുള്ളതാണ് ഈ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇങ്ങനെ ചെയ്യാൻ സമ്മതിക്കരുത്. അതിന് പകരമുള്ള മെത്തേഡ് എന്താണ് ചെയ്യേണ്ടതെന്നാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതിലുള്ള പ്രോപ്പറായിട്ടുള്ള ക്ലാമ്പ് ഉപയോഗിക്കുക. കൃത്യമായ ക്ലാമ്പ് ഉപയോഗിച്ച് എർത്ത് പിറ്റ് കണക്ട് ചെയ്യാൻ നിർബന്ധം പിടിക്കുക. ലെഗ് ഉപയോഗിക്കുക. ഇതാണ് അതിൻ്റെ പ്രോപ്പറായ മെത്തേഡ് ഓഫ് കണക്ഷൻസ് എന്ന് പറയുന്നത്. ഇത് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. എല്ലാ ഷോപ്പുകളിലും ഇതൊക്കെ അവൈലബിൾ ആണ്. അല്പം നേരത്തെ പ്ലാൻ ചെയ്യണമെന്ന് മാത്രം. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ KSB എഞ്ചിനീയർ വരുന്നതിന് തലേ ദിവസം ഓടി പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ സാധനങ്ങൾ കിട്ടില്ല. ഇതൊക്കെയാണ് എർത്തിങ്ങിന് വേണ്ടിയിട്ടുള്ള ക്ലാമ്പുകൾ എന്ന് പറയുന്നത്. അതിൻ്റെ പ്രോപ്പർ മെത്തേഡാണ് ഈ കണക്ഷൻസ് കാണിച്ചിരിക്കുന്നത്. നിർബന്ധം പിടിക്കുക ഇതുപോലെ പ്രോപ്പറായിട്ട് എർത്ത് ചെയ്യാൻ വേണ്ടി. മറിച്ച് നേരത്തെ കാണിച്ച പോലെ വയർ ചുറ്റി വെച്ചിട്ട് എങ്ങനെയെങ്കിലും കണക്ട് ചെയ്ത് വെക്കരുത്. ഒരിക്കലും അത് നല്ലതല്ല. എർത്തിങ് പ്രോപ്പറായിട്ട് കിട്ടുകയില്ല. പലപ്പോഴും നമുക്ക് ഷോക്ക് എന്ന് പറയുന്നതിൻ്റെ പ്രധാന കാരണം. ഇനി എർത്തിങ് ചെയ്ത് കഴിഞ്ഞു എന്തൊക്കെ നമ്മൾ ചെയ്യാനുണ്ട്? നിങ്ങൾ സ്ഥിരമായിട്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ അവിടെ ഒരു വാട്ടർ ചെയ്യാനുള്ള, അതായത് വെള്ളം ഒഴിക്കാനുള്ള ഒരു സ്ഥിരം സംവിധാനം ഉണ്ടാക്കി വെക്കുക. എർത്ത് പിറ്റ് എപ്പോഴും നനഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണ്. എല്ലാ ആഴ്ചയിലും 1-2 പ്രാവശ്യം നമ്മൾ ചെടികൾക്കൊക്കെ നനക്കുന്നത് പോലെ തന്നെ എർത്ത് പിറ്റിലും വെള്ളം ഒഴിച്ചു വെക്കുക. അത് എർത്ത് പിറ്റിൻ്റെ കണ്ടക്ടിവിറ്റി നന്നായിട്ട് കൂട്ടുമെന്നാണ് പറയാനുള്ളത്. ഒരു പെർമനൻറ്റ് ഡ്രിപ്പ് തന്നെ ഇവിടെ ഉണ്ടാക്കി വെച്ചാലും നഷ്ടമില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതേപോലെ അതിൻ്റെ മുകളിൽ സിമെൻറ്റൊക്കെ ഇട്ട് നല്ല ഭംഗിയാക്കി വെക്കാറുണ്ട്. ഒരിക്കലും തുറക്കാൻ പറ്റാത്ത വിധത്തിൽ പല വീടുകളിലും കണ്ടിട്ട് സിമെൻറ്റൊക്കെ ഇട്ട് ഒട്ടിച്ച് വെക്കുന്ന, പേസ്റ്റ് ചെയ്ത് പ്ലാസ്റ്റർ ചെയ്ത് വെക്കുന്ന രീതി കണ്ടിട്ട് ഒരിക്കലും ചെയ്യരുത്. എർത്ത് പിറ്റ് എന്ന് പറയുന്നത് നമുക്ക് തുറക്കണം. ഇടയ്ക്കിടയ്ക്ക് അതിനെ വാട്ടർ ചെയ്യണം. മോയ്സ്ചർ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. എർത്ത് പിറ്റിൻ്റെ മുകളിൽ ചെടികളും ഷ്രബുകളും ഒക്കെ കൊണ്ടുവെക്കരുത്. എർത്ത് പിറ്റിൻ്റെ തൊട്ടടുത്ത് കുഴിക്കരുത്. കുഴിച്ച് എർത്ത് വയർ ഡിസ്കണക്റ്റ് ആയി പോകാൻ സമ്മതിക്കരുത്. ഒരിക്കലും അത് ചെയ്യരുത്. എല്ലാ ആഴ്ചയിലും ഏറ്റവും ചുരുങ്ങിയത് എർത്ത് ന്യൂട്രൽ വോൾട്ടേജ്, അല്ലെങ്കിൽ ഒരു മാസത്തിലെങ്കിലും നിങ്ങളുടെ എർത്തിൻ്റെയും ന്യൂട്രലിൻ്റെയും വോൾട്ടേജ് ഡിഫറൻസ് ഒന്ന് ചെക്ക് ചെയ്യുക. എർത്തും ന്യൂട്രലും തമ്മിൽ വോൾട്ടേജ് എന്ന് പറയുന്നത് 0 ആണ് നമുക്ക് കിട്ടേണ്ടത്. അവിടെ ഒരു വോൾട്ടേജ് ഡിഫറൻസ് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എർത്തിങ് പ്രോപ്പർ അല്ല എന്നുള്ളതാണ് അതിനർത്ഥം. മെഗർ ഉപയോഗിച്ച് വർഷത്തിൽ ഒരിക്കലെങ്കിലും ചെക്ക് ചെയ്യാൻ പറ്റുന്നത് ഏറ്റവും നല്ലതാണ്.
എർത്ത് പിറ്റ് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് പ്രധാനമായിട്ടും. എർത്തിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആയ നമ്മൾ വീട് 20 ലക്ഷം 50 ലക്ഷം ഒക്കെ മുടക്കി വീട് എടുത്ത് കഴിഞ്ഞിട്ട് ചെറിയൊരു എമൗണ്ട് മുടക്കി പ്രോപ്പറായിട്ട് എർത്തിങ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ അതിനേക്കാളും വലിയൊരു ബുദ്ധിമോശം വേറെ കാണിക്കാനില്ല. പ്രോപ്പറായിട്ട് എർത്ത് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ. നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതുക. കൂടുതൽ വിവരങ്ങൾക്ക് കൃത്യമായിട്ട് എഴുതി ചോദിച്ചു കഴിഞ്ഞാൽ വിവരങ്ങൾ തരുന്നതാണ്. ബൈ ബൈ.